കിച്ചൺ. ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഒരു 750 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസാണ്. അത് ഞാൻ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ 750 ഗ്രാം ആണ് ചിക്കൻ. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാണ്. കാൽ സ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് ചിക്കൻ നന്നായി ഈ മസാല മിക്സ് ചെയ്ത് വെക്കാം. ഈ മസാലയിൽ നന്നായി ചിക്കൻ മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു 20-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. നമ്മുടെ എണ്ണ ഒരു മീഡിയം ഹീറ്റ് ആവുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് നന്നായി ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാം ചിക്കനൊക്കെ. ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം. ചിക്കൻ നന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പാനിൽ. അങ്ങനെ നമുക്ക് എല്ലാം മാരിനേറ്റ് ചെയ്ത എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ചിക്കനും കൂടി വറുത്ത് മാറ്റാം. വറുത്ത് കഴിഞ്ഞു നമുക്കിത് മാറ്റാം. നമ്മുടെ ചിക്കനെല്ലാം വറുത്ത് മാറ്റി. ഇനി നമുക്ക് ബട്ടർ ചിക്കനിലേക്കുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. നമ്മൾ സെയിം പാനിൽ തന്നെയാണ് ഇതിനുള്ള ഗ്രേവിയും പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ 3 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി വഴന്നു വരണം. ഒരു 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കാം. ബട്ടർ ചിക്കനിൽ ബട്ടർ ആണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക്
ഞാൻ ഇപ്പോൾ ഇതൊരു 30 കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്, അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്യാൻ മതി. റോസ്റ്റ് മീൻസ് അധികം വഴണ്ട, ജസ്റ്റ് ഒരു കണ്ണാടി പോലെ എല്ലാം ഒന്ന് ആയി കിട്ടിയാൽ മതി. കാരണം ഇതെല്ലാം കൂടി നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. കാരണം കറിയിലേക്ക് കുറച്ച് നല്ല കളർ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 തക്കാളി അരിഞ്ഞത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ കുറച്ച് നന്നായി ഉടഞ്ഞ് ഇതിൽ സെറ്റായി വരണം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 സ്പൂൺ ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ വിനീഗർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഈ തക്കാളിയൊക്കെ കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി എല്ലാം നന്നായി കുക്കായി ഉടഞ്ഞു കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് തണുക്കുമ്പോൾ നമുക്കിത് മിക്സിയിൽ നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. നമ്മുടെ ബട്ടർ ചിക്കനുള്ള ഗ്രേവി ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായി പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുക്കാം ഈ ഗ്രേവി. നമുക്കിത് നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. നമ്മൾ ആ മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ മിക്സിയിലുള്ള ബാക്കിയുള്ള ഈ ഗ്രേവിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഈ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വറുത്ത് എടുത്തുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു 5-10 മിനിറ്റ് ഇതിൽ കിടന്ന് ചിക്കൻ ഒന്നും കൂടി ആവണം. ഒന്നും കൂടി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് ഈ ഗ്രേവിയിലൊന്ന് കിടക്കട്ടെ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കസ്തൂരി മേത്തി അല്ലെങ്കിൽ മറ്റേ ഉലുവയുടെ ഇലയാണ്, അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ 1 സ്പൂൺ കസൂരി മേത്തിയുടെ ഇല ചേർത്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് ക്രീം. നെസ്ലെ, അമൂല് അങ്ങനെ പല ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇഷ്ടമല്ല ഏത് ആയാലും കുഴപ്പമില്ല. ഇതിൽ ക്രീം ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച ക്രീം നാടയുടെയാണ്. അത് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെസ്ലേയുടെയും അമൂലിൻ്റെ ഒക്കെ ക്രീം കിട്ടും. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.